സുഹൃത്തുക്കളെ, ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കുന്നത് ഒരു ഹിന്ദുവായിട്ടാണ്. ഈ മതേതര പുരോഗമന ഒരു കൂട്ടായ്മയുണ്ടല്ലോ, അങ്ങനെയുള്ള ഒരു ഇക്കോസിസ്റ്റം, ആ ഇക്കോസിസ്റ്റത്തിന്റെ ഉപജാപങ്ങളുടെ ഫലമായിട്ട് ഇന്ത്യയിൽ വംശനാശം വന്നുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ വംശനാശ ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുന്ന ഹിന്ദുക്കളുടെ ഒരു പ്രതിനിധി എന്നുള്ള നിലയിലാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. സാധാരണ ഹിന്ദു ഖത്രമെഹെ എന്ന് പറയുമ്പോൾ ഞാനും ഇതിനു മുമ്പ് കളിയാക്കിയിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കണ്ണടച്ചു പിടിച്ചിട്ടുള്ള മതേതരത്വത്തിലൂടെ ആയിരുന്നല്ലോ എന്റെ സഞ്ചാരം. അപ്പോൾ ഈ ഹിന്ദു ഖത്രമെഹ് എന്ന് പറയുന്നത് വെറുതെ തമാശല്ല. നമ്മൾ ഹിന്ദു ഖത്രമെഹെ, ഹിന്ദുക്കൾ അപകടത്തിലാണ് എന്ന് പറയുമ്പോൾ പലരും കളിയാക്കിച്ചിരിക്കും. നരേന്ദ്രമോദി 10 വർഷം കൊണ്ട് ഭരിക്കുന്ന, സംഘപരിവാർ ഭരിക്കുന്ന ഇന്ത്യയിൽ ഹിന്ദു എങ്ങനെയാണ് ഖത്രയിലാവുന്നത്? ഞാൻ വിശദീകരിച്ചു തരാം. നിങ്ങൾ ഈ നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സിലേക്ക് നോക്കൂ. എത്ര കാലമായിട്ട് അവിടെ എല്ലാം ഹിന്ദു ഭൂരിപക്ഷ സംസ്ഥാനങ്ങളായിരുന്നല്ലോ. അവിടെ എങ്ങനെയാണ് ഈ നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സ് ഒരെണ്ണം പോലും ബാക്കിയില്ലാതെ ഇത്രയും ക്രിസ്ത്യൻ ഭൂരിപക്ഷം, അതായത് മൃഗീയമായ ക്രിസ്ത്യൻ ഭൂരിപക്ഷ സംസ്ഥാനങ്ങളായി മാറിയത് എങ്ങനെയാണ്? എല്ലായിടത്തും മൃഗീയ 90% മുകളിലേക്കൊക്കെ ക്രിസ്ത്യൻ ഭൂരിപക്ഷം സമ്പൂർണ്ണമായി മതം മാറ്റപ്പെട്ട സംസ്ഥാനങ്ങളാണ് ഇവയെല്ലാം. ഇതിൽ ഈ കാര്യങ്ങളെല്ലാം, ഈ മതമാറ്റം എല്ലാം നടന്നിട്ടുള്ളത് കോൺഗ്രസ് ഇന്ത്യ ഭരിക്കുന്ന ദീർഘകാലങ്ങളുടെ ഇടയിൽ നടന്ന കാര്യം. അവര് ഈ രാഷ്ട്രീയത്തിനും വോട്ട് ബാങ്കിനും വേണ്ടി ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധ ചെലുത്തിയില്ല, അതുകൊണ്ട് സംഭവിച്ചതാണ്. പക്ഷേ ശ്രീ നരേന്ദ്രമോദിയുടെ ഭരണം വന്നതിന് ശേഷവും ഇപ്പോഴും നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സിൽ എന്താ സംഭവിക്കുന്നത്? കുമ്മനം രാജശേഖരൻ, അദ്ദേഹം മിസോറാമിന്റെ ഗവർണറായിട്ട് അവിടെ ചെന്നു കഴിഞ്ഞപ്പോൾ അവിടുത്തെ ക്രിസ്തീയ സംഘടനകളെല്ലാം കൂടി പടവാൾ ഉയർത്തി കുമ്മനം രാജശേഖരൻ അവിടെ ഗവർണർ ആവണ്ട എന്നുള്ള ആവശ്യം പറഞ്ഞിട്ട് അദ്ദേഹത്തെ സത്യപ്രതിജ്ഞ ചെയ്യാൻ പോലും സമ്മതിച്ചില്ല. അവസാനം കേരളത്തിൽ നിന്ന് കത്തോലിക്ക സഭ അവരോട് വിളിച്ച് സംസാരിച്ചതിന് ശേഷമാണ് കുമ്മനം രാജശേഖരനെ സത്യപ്രതിജ്ഞ ചെയ്യാനായിട്ട്, ഗവർണറായിട്ട് സത്യപ്രതിജ്ഞ ചെയ്യാൻ. ഗവർണർ എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ രാഷ്ട്രപതിയുടെ പ്രതിനിധിയാണ്. അവിടെ എന്താണ് കണ്ടത്? സംഘടിതമായിട്ടുള്ള മതങ്ങളുടെ ശക്തി പ്രകടനമാണ് നമ്മൾ കണ്ടത്. കുമ്മനം രാജശേഖരനെ സത്യപ്രതിജ്ഞ അനുവദിക്കില്ലെന്ന്. നിങ്ങൾ നോക്കൂ, ഈ മേഘാലയയിലും മിസോറമിലും നാഗാലാൻഡിലും പോലെയുള്ള ഈ പറഞ്ഞതുപോലെ മൃഗീയമായിട്ടുള്ള ക്രിസ്ത്യൻ ഭൂരിപക്ഷ സംസ്ഥാനങ്ങളിൽ ഒരു സർക്കാർ ചുമതലയേൽക്കുമ്പോൾ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ വരെ ബൈബിൾ വായിച്ചിട്ടാണ് തുടങ്ങുന്നത്. നമ്മൾ ഇതായിപ്പോ കേരളത്തിൽ ഇതായിപ്പോ നാളെ സത്യപ്രതിജ്ഞ തുടങ്ങുകയാണ്, സത്യപ്രതിജ്ഞ ചെയ്യുകയാണ് മന്ത്രിസഭ. ഖുർആാനോ ഭഗവത്ഗീതയോ അങ്ങനെ എന്തെങ്കിലും വായിച്ചിട്ടാണ് സത്യപ്രതിജ്ഞ ചടങ്ങ് നടത്തുന്നതെങ്കിൽ ഇത് മതേതരത്വമാണെന്ന് ആരെങ്കിലും പറയൂ? ഇല്ല, അത് മതേതര മൂല്യങ്ങൾക്കെതിരാണ്. കാരണം ഇന്ത്യ മതേതര രാഷ്ട്രമാണെന്നാണല്ലോ പറയുന്നത്, അല്ലെ? പക്ഷേ ഈ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ കൃത്യമായിട്ട് ഞാൻ പറയാം, മേഘാലയ, മിസോറാം, അതുപോലെ നാഗാലാൻഡ്, ഈ 3 സംസ്ഥാനങ്ങളുടെ കാര്യം സംഭവിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അവിടെ ബൈബിൾ വായിച്ചിട്ടാണ് ഇത് തുടങ്ങുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് മതേതരത്വമാവുന്നത്? അതായത് അത് ക്രിസ്ത്യൻ സംസ്ഥാനമായിട്ട് മാറിക്കഴിഞ്ഞു. ഇവിടെ PM ശ്രീ വിദ്യാഭ്യാസ നയമോ അതുപോലെയുള്ള വേറെ എന്തെങ്കിലും നയമോ കേന്ദ്ര സർക്കാർ സ്കൂളുകളിൽ പഠിപ്പിക്കാനായിട്ട് അല്ലെങ്കിൽ നടപ്പിലാക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ അതിനെതിരെ പടവാൾ ഉയർത്തുന്ന ഒരൊറ്റ മതേതരൻ പോലും, അല്ലെ, ഈ പ്രതിപക്ഷത്തെ ഏതെങ്കിലും ഒരു മതേതര രാഷ്ട്രീയക്കാര് ഇതിനെതിരെ സംസാരിച്ചിട്ടുണ്ടോ? ഇത് ഇന്ത്യ മതേതര രാഷ്ട്രമാണ്, ഇന്ത്യയുടെ ഭാഗമാണ് ഈ പറയുന്ന ഈ ചെറിയ ചെറിയ സംസ്ഥാനങ്ങളാണ്. പക്ഷെ അവിടെ ഇത് ഇന്ത്യയുടെ ഭാഗമാണ്, നടക്കില്ല, ആരും പറഞ്ഞിട്ടില്ല. ഇനി വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിരവധി, ഛത്തീസ്ഗഡ് പോലെ, ഒറീസ പോലെ, ബീഹാർ പോലെ, മധ്യപ്രദേശ് പോലെ, അങ്ങോട്ട് വടക്കേ ഇന്ത്യയിലെ ജാർഖണ്ഡ് പോലെയുള്ള സംസ്ഥാനങ്ങളിലെല്ലാം വലിയ രീതിയിൽ മതം മാറ്റം, ക്രിസ്ത്യൻ മിഷണറിമാർ, പ്രധാനമായിട്ടും അത് കത്തോലിക്ക സഭയല്ല, പ്രധാനമായിട്ട് ഇവാഞ്ചലിക്കൽ ചർച്ചാണ്. ഇവാഞ്ചലിക്കൽ ചർച്ചിലെ ഇവാഞ്ചലിസ്റ്റ് എന്നിട്ട് മതം മാറ്റുന്ന കാര്യം ഡേ ലൈറ്റില്ല, അതായത് പകൽ വെളിച്ചത്തിൽ നിങ്ങൾക്ക് കാണാവുന്ന കാര്യമാണ് ഈ വടക്കേ ഇന്ത്യയിൽ നടക്കുന്ന ക്രിസ്ത്യൻ മതം മാറ്റ ലോബിയുടെ മതം മാറ്റം. സമ്പൂർണ്ണമായിട്ടുള്ള അല്ലെങ്കിൽ കൂട്ടമതം മാറ്റം നടക്കുന്നത് നിങ്ങൾ കാണുന്നത്. ഇതുവരെ ആരെയാണ് മതം മാറ്റുന്നത്? മുസ്ലിമുകളെയാണോ? അല്ല, അവിടെ മതം മാറ്റുന്നത് ഹിന്ദുക്കളെയാണ്. അപ്പൊ അങ്ങനെ വന്നു കഴിയുമ്പോൾ ഹിന്ദു ഖത്രമേഹ എന്ന് പറയുന്നത് വെറുതെ കളിതമാശാണെന്ന് ഇനി പറയാൻ സാധിക്കുമോ? അത് കഴിഞ്ഞ് തെക്കേ ഇന്ത്യയിലേക്ക് വരും. വിജയ് തമിഴ്നാട്ടിൽ മുഖ്യമന്ത്രിയാവുന്നു. നമ്മുടെ നാട്ടിൽ ഒരു ഇവാഞ്ചലിസ്റ്റ് അച്ചായനുണ്ട്. മൂപ്പര് പറയുമ്പോഴെല്ലാം മതേതരമാണ്. മതരാഷ്ട്രം എന്ന് പറയുന്നത് നീചമാണ്. ഇറാനിലെ മതരാഷ്ട്രം അത് സംസ്കാരത്തിന് ചേർന്നതല്ലേ. ഇന്ത്യ ഹിന്ദു രാഷ്ട്രമാകുന്നു, അതും സംസ്കാരത്തിന് ചേർന്നതല്ല. പക്ഷെ അമേരിക്കയിൽ ക്രിസ്ത്യാനികൾ ആത്മാഭിമാനം തിരികെ പിടിക്കുന്നു, അപ്പൊ മൂപ്പർക്ക് പ്രശ്നമില്ല. അതുപോലെ തന്നെ ഈ വിജയ് ഇവിടെ തമിഴ്നാട്ടിലെ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുന്ന അന്ന് മുതൽ പറയുന്നത് ഇത് ഇവാഞ്ചലിസ്റ്റിന്റെ വിജയമാണ്, ഇത് ക്രിസ്തുവിന്റെ വിജയമാണ്, ഇത് ക്രിസ്ത്യാനികളുടെ വിജയമാണ്, അവിടെ ഭരിക്കുന്ന മന്ത്രിമാരെല്ലാവരും ക്രിപ്റ്റോ ക്രിസ്ത്യൻസ് ആണ് എന്ന് മൂപ്പര് ദിവസവും ഇങ്ങനെ തള്ളിമറിച്ചുകൊണ്ടിരിക്കുക, അല്ലെ? പറയുമ്പോൾ മൂപ്പരും മതേതരനാണ്, അല്ലെ? അയാൾ മതേതരനായിട്ടാണ് സംസാരിക്കുന്നത്. ഈ തമിഴ്നാട്ടിൽ ഈ പറയുന്നത് ഇവാഞ്ചലിസ്റ്റ് ലോബി ഇതിന്റെ പിന്നിലുണ്ടെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. ഞാൻ ഒരു ഉദാഹരണം മാത്രം പറയാം. ഈ വിജയുടെ തിരഞ്ഞെടുപ്പ് പ്രചാരണ സമയത്ത് അയാൾ യേശു ക്രിസ്തുവിന്റെ ചിത്രവും പിടിച്ചത്, അതായത് ഇപ്പൊ നിങ്ങൾ കാണുന്നുണ്ട്.
യേശു ക്രിസ്തുവിന്റെ ചിത്രവുമായിട്ട് അദ്ദേഹം ഈ തിരഞ്ഞെടുപ്പ് പ്രചാരണ സമയത്ത് വോട്ട് പിടിക്കുന്നു. ഇത് തിരഞ്ഞെടുപ്പ് ചട്ടങ്ങളുടെ ലംഘനമാണോ അല്ലയോ നിങ്ങൾ ചിന്തിച്ചാൽ മതി. വിജയ് വോട്ട് പിടിക്കുന്നതാണ്. യേശു ക്രിസ്തുവിന്റെ ചിത്രം വെച്ചിട്ട് വിജയ് വോട്ട് പിടിക്കുന്നതാണ്. അതിനെതിരെ എന്തെങ്കിലും ചെയ്യാനായിട്ട് സാധിക്കുന്നത് കൃത്യമായിട്ട് തിരഞ്ഞെടുപ്പ് ചട്ടങ്ങളുടെ ലംഘനമാണ്. ഇതിനെതിരെ ആരെങ്കിലും ഈ കേരളത്തിലോ ഇന്ത്യയിലോ ഏതെങ്കിലും ഒരു പുരോഗമന മതേതര ലിബറൽ ഫാഷിസ്റ്റ് വിരുദ്ധ മാധ്യമങ്ങൾ ആരെങ്കിലും അല്ലെങ്കിൽ മാധ്യമ പ്രവർത്തകർ ആരെങ്കിലും പറഞ്ഞോ, ഈ വിഷയം ഉയർത്തിയോ? വിജയ് അവിടെ തിരഞ്ഞെടുപ്പ് ചട്ടം ലംഘിച്ചു, അദ്ദേഹത്തിന്റെ സ്ഥാനാർത്ഥിത്വം അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ നിയമസഭാംഗത്വം റദ്ദാക്കണമെന്ന് പറഞ്ഞ് ആരെങ്കിലും പറയും നിങ്ങൾ കേട്ടോ? പക്ഷെ ഇപ്പോൾ ഇന്ത്യയിലും BJP ആണ് ഭരിക്കുന്നത്. പക്ഷെ എങ്കിൽ പോലും ഈ സംഘടിത മതങ്ങളുടെ തോന്നിയാസങ്ങൾക്ക് അല്ലെങ്കിൽ ഈ സംഘടിത മതങ്ങളുടെ മസിൽ ഫ്ലെക്സിങ്ങിന് എതിരെ BJP സർക്കാരിന് പോലും ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. പിന്നെ കേരളത്തിലേക്ക് വരൂ. VD സതീശനെ മുഖ്യമന്ത്രിയാക്കാനായിട്ട് മതേതര മുസ്ലിം ലീഗ് കളിച്ച കളി നിങ്ങളെല്ലാം കണ്ടതാണല്ലോ. എന്തായിരുന്നു മുസ്ലിം ലീഗിന് VD സതീശനെ മുഖ്യമന്ത്രിയാക്കാനുള്ള താല്പര്യം എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞതാണ്. കാരണം ഇതര സമുദായങ്ങൾ ഈ സർക്കാരിന് മേൽ ഏതെങ്കിലും രീതിയിലുള്ള സമ്മർദ്ദം ചെലുത്താൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അതിനെ വരച്ച വരയിൽ അവരെ നിർത്താനായിട്ട്, അവരെ ഒഴിവാക്കാനായിട്ട് കെൽപ്പുള്ള ഒരു മുഖ്യമന്ത്രി വേണം എന്നുള്ളത് കൊണ്ട് തന്നെയാണ് VD സതീശനെ മുസ്ലിം ലീഗ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് നിർദ്ദേശിച്ചതും അവസാനം പിടിച്ചപിടിയാല് VD സതീശനെ തന്നെ മുഖ്യമന്ത്രിയാക്കിയതും. കോൺഗ്രസിന്റെ ഹൈക്കമാൻഡിനെ വരച്ച വരയിൽ നിർത്തി ഭീഷണിപ്പെടുത്തിയാണ് VD സതീശനെ മുഖ്യമന്ത്രിയാക്കിയത് എന്നുള്ള കാര്യം നമുക്കറിയാമല്ലോ. പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിയും ഇനി ഇങ്ങോട്ട് വരണ്ട, വയനാട്ടിലേക്ക് വരണ്ട, ഇവിടെ ജയിക്കുന്ന കാര്യമേ നിങ്ങൾ മറന്നേക്കൂ VD സതീശനെ മുഖ്യമന്ത്രിയാക്കി തന്നില്ലെങ്കിൽ എന്ന് ഭീഷണിപ്പെടുത്തിയാണ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം. ഇത് തന്നെയാണ് പറഞ്ഞത്, സംഘടിത മതങ്ങളുടെ വിലപേശൽ, കൂട്ടായ ബാർഗനിങ് അല്ലെങ്കിൽ ഈ വിലപേശലിന് മുന്നിൽ കോൺഗ്രസ് ഹൈക്കമാൻഡും വീണു. അവർക്ക് മുട്ടുമടക്കുന്നത്. കാരണം എന്താ? പ്രിയങ്ക ഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കും ഇന്ത്യയിൽ എവിടെയെങ്കിലും ഒന്ന് ജയിക്കണമെന്നുണ്ടെങ്കിൽ ഈ രീതിയിൽ മലബാറിൽ എവിടെയെങ്കിലും വന്നിട്ടേ ജയിക്കാൻ സാധിക്കും, മറ്റൊരിടത്തും സാധിക്കില്ല. ഇതാണ് യാഥാർത്ഥ്യം. ഇത്രയും കാലം ഞാൻ കണ്ണടച്ചിരുന്നു, ഇനി കണ്ണടച്ച് ഇരുട്ടാക്കാനായിട്ട് ഞാൻ തീരുമാനിച്ചിട്ടില്ല. ഇതേ മുസ്ലിം ലീഗ് ചെയ്ത വേറൊരു പണി നിങ്ങൾക്കറിയാമല്ലോ. ഇടുക്കിയിലും അതുപോലെ വയനാട്ടിൽ തന്നെ ഏതോ ഒരു സ്ഥലം, എനിക്കിപ്പോൾ ആ പേര് എനിക്ക് ഓർമ്മയില്ല, അവിടെയും SNDPക്കും NSSനും അതുപോലെയുള്ള ഹിന്ദു സംഘടനകൾക്കെതിരെ തെരുവിൽ പ്രതിഷേധം, അവരുടെ നേതാക്കന്മാരുടെ കോലം കത്തിക്കൽ, വെള്ളാപ്പള്ളി നടേശന്റെ കോലം കത്തിക്കൽ, സുകുമാരൻ നായരെയും വെള്ളാപ്പള്ളി നടേശനെയും ജാതി പറഞ്ഞ് അധിക്ഷേപിക്കുന്നു, എന്നിട്ട് അവരെ കോലം കത്തിക്കുന്നു. ഇവിടെ പ്രത്യേകം എടുത്ത് പറയേണ്ട ഒരു കാര്യമുണ്ട്. ഈ മുസ്ലിമുകളുടെ ഇടയിലെ തീവ്രവാദികളും മിതവാദികളും ഒരേപോലെ പറയുന്ന ഒരു കാര്യമാണ്, ഇവിടുത്തെ ഈ സവർണ ബ്രാഹ്മണിക്കൽ ലോബി അതുപോലെ മറ്റ് രാഷ്ട്രീയ പാർട്ടികളെ എല്ലാം നിലയ്ക്ക് നിർത്താനായിട്ട് വേണ്ടത് ഒരു മുസ്ലിം പിന്നോക്ക ദളിത് ഐക്യമാണെന്ന്. അല്ലെ? ഈ SNDP യോഗവും അല്ലെങ്കിൽ ഈഴവരും അതുപോലെ വെള്ളാപ്പള്ളി നടേശനും ഒക്കെ സവർണ ബ്രാഹ്മണരാണ്, മുന്നോക്കക്കാരാണോ? അല്ലല്ലോ. അവർക്ക് കൂടി സ്വർഗരാജ്യം കൊടുത്തേക്കാം എന്ന് പറഞ്ഞിട്ടാണല്ലോ ഈ ദളിത് പിന്നോക്ക മുസ്ലിം ഐക്യം ഇവർ വിഭാവനം ചെയ്യുന്നത്. പക്ഷെ സ്വന്തം രാഷ്ട്രീയാധികാരം സംരക്ഷിക്കേണ്ടി വരുമ്പോൾ, സ്വന്തം മതത്തിന് വേണ്ടി വിലപേശുന്ന സമയം വരുമ്പോൾ ഈ പറയുന്ന SNDPക്കാരെ ഈഴവരെയും പുറത്താക്കും. അവരുടെ നേതാക്കന്മാരെ പരസ്യമായി ജാതി പറഞ്ഞ് അധിക്ഷേപിക്കും, അവരുടെ നേതാക്കന്മാരുടെ കോലം കത്തിക്കും, തെരുവിലേക്ക് വലിച്ചെറിയും. അല്ലെ? ഇപ്പൊ ഇതാണ് പറഞ്ഞത്, ഇതിൽ ആത്മാർത്ഥയില്ല എന്നുള്ള കാര്യം. മതമാണ് 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 പ്രശ്നം. ഞാൻ പറയുക AM ഷാജി പറഞ്ഞതല്ല പറയുന്നത്, ഞാൻ പറയുന്ന കാര്യമാണ് പറയുന്നത്. ഇത്രയും കാലം ഈ ഹിന്ദു മതത്തിനെതിരെയുള്ള സംഘടിതമായ ആക്രമണങ്ങൾ വരുമ്പോൾ ഇതെല്ലാം മതേതരത്വത്തിന് വേണ്ടി നമ്മൾ അങ്ങ് സഹിക്കണം എന്നുള്ള നിലപാടുകാരനായിരുന്നു ഞാൻ. എന്റെ കണ്ണു തുറന്നു. ഇന്ത്യ ഭരിക്കുന്നത് BJP ആണ്, അപ്പൊ എങ്ങനെയാണ് ഹിന്ദു അപകടത്തിലാവുന്നത് എന്ന് ചോദിച്ച് കണ്ണടച്ചിരിട്ടാക്കുന്ന മതേതരന്മാർക്കുള്ള മറുപടിയാണ്. എങ്ങനെയാണോ ഒരു വശത്ത് സംഘടിത ക്രിസ്തീയ മതം മാറ്റൽ ലോബി, ഇവാഞ്ചലിക്കൽ ചർച്ചുകളുടെ ഭാഗമായിട്ട് സംഘടിത ക്രിസ്ത്യൻ മതം മാറ്റൽ ലോബി ഈ പറയുന്നത് പോലെ ഹിന്ദുക്കളുടെ എണ്ണം കുറയ്ക്കാനായിട്ടും കഴിയുന്നത്ര ആളുകളെ അവരുടെ കൂടെ ചേർത്ത് ഇതുപോലെ വളരെ സൈലന്റ് ആയ കൺവേർഷൻ, കാരണം ക്രിപ്റ്റോ ക്രിസ്ത്യൻസ് ആണല്ലോ നടത്തുന്നത്. അപ്പൊ ആ രീതിയിൽ പേര് നാളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഹിന്ദുക്കളൊക്കെ തന്നെയായിരിക്കും. പക്ഷേ അവർക്ക് സംവരണ ആനുകൂല്യം കിട്ടേണ്ടത് കൊണ്ട് അവര് കടലാസിലൊന്നും മാറ്റില്ല. പക്ഷേ അവര് ക്രിസ്തുമത വിശ്വാസികളായിരിക്കും. കഴിയുന്നത്ര കിട്ടുന്ന അവസരങ്ങളെല്ലാം ഹിന്ദുമതത്തെ തകർക്കാനുള്ള ശ്രമങ്ങളും ഈ പറയുന്ന ഹിന്ദുമതത്തിനെതിരെയുള്ള സംഘടിതമായിട്ടുള്ള ഈ മതമാറ്റ ലോബിയുടെ പല രീതിയിലുള്ള വക്രീകരണങ്ങളുണ്ട്. ഹിന്ദുക്കളുടെ വിശ്വാസങ്ങളെക്കുറിച്ചും ദൈവങ്ങളെക്കുറിച്ചും എല്ലാം ഉള്ള വക്രീകരണങ്ങൾ അതില് ഇവരെ ഉപകരണമായിട്ട് അവർ ഉപയോഗിക്കുന്നു. അത് ഒരു വശത്ത് നടത്തുന്നു. ഇപ്പുറത്ത് അടുത്ത വശത്ത് സംഘടിത മതവിഭാഗം ഇതുപോലെ തന്നെ രാഷ്ട്രീയ അധികാരത്തിന് വേണ്ടി അവർക്ക് സ്വാധീനമുള്ള, അവർക്ക് ഭൂരിപക്ഷമുള്ള സ്ഥലങ്ങളിൽ അവരവരുടേതായ സ്വാധീനം വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുന്നു. അപ്പോൾ ഇതിന്റെ ഇടയിൽ ഹിന്ദു ഖത്രമേ എന്ന് പറയുന്ന നുണയല്ല എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അതുകൊണ്ട് ഇനി ഞാൻ തുടർന്ന് സംസാരിക്കാൻ പോകുന്നത് ഈ ഒറ്റക്കണ്ണൻ മതേതരത്വത്തിന്റെ ഭാഷയിലായിരിക്കില്ല. രണ്ട് കണ്ണും തുറന്നു പിടിച്ച് റിയാലിറ്റികൾ മുന്നിൽ കാണുന്ന യാഥാർത്ഥ്യങ്ങളെ ഉൾക്കൊണ്ടും അംഗീകരിച്ചും അതിനെ ആക്സെപ്റ്റ് ചെയ്തും ആ രീതിയിൽ തുറന്നു പറയുന്ന ഒരു ഹിന്ദു എന്നുള്ള രീതിയിൽ തന്നെയായിരിക്കും. എനിക്ക് മതേതര സർട്ടിഫിക്കറ്റ് വേണ്ട. എന്റെ ശ്രമം എന്ന് പറയുന്നത്, ഞാൻ ഇത്രയും കാലം
ഞാൻ പറഞ്ഞല്ലോ, ഈ പറയുന്നത് പോലെ തന്നെ സംഘടിത മതവിഭാഗങ്ങളുടെയും അതുപോലെ മതമില്ലാത്തവരുടെയും കമ്മ്യൂണിസ്റ്റുകാരുടെയും എല്ലാം ഒരു സംഘടിതമായിട്ടുള്ള ഒരു ഇക്കോസിസ്റ്റത്തിന്റെ ഇടയിലായിരുന്നു ഞാൻ. ഈ സ്പൈറ്റ്ഫുൾ ആയിട്ടുള്ള, ഈ വെനമസ് ആയിട്ടുള്ള ഈ ഈവിൾ ഇക്കോസിസ്റ്റത്തിൽ നിന്ന് ഞാൻ പുറത്തേക്ക് പോവുകയാണ്. അതുകൊണ്ട് തന്നെ എന്റെ ആഗ്രഹം എന്ന് പറയുന്നത് 0 പോകണം എന്നുള്ളതാണ്. എല്ലാ സബ്സ്ക്രൈബേഴ്സും 1,00,000 എത്രയോ ഉണ്ടെന്ന് എനിക്കറിയില്ല, ഓർമ്മയില്ല, ഞാൻ നോക്കിയില്ല. അതിൽ എല്ലാ സബ്സ്ക്രൈബേഴ്സും പോയി വട്ടപൂജ്യത്തിൽ നിന്ന് തുടങ്ങാൻ തന്നെയാണ് എന്റെ പദ്ധതി. അതുകൊണ്ട് ആരെങ്കിലും അൺസബ്സ്ക്രൈബ് ചെയ്ത് എന്നെ തോൽപ്പിക്കാം എന്ന് കരുതുന്നുണ്ടെങ്കിൽ ജയിക്കുന്നത് ഞാനാണെന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. കാരണം എന്റെ ആഗ്രഹം വട്ടപൂജ്യത്തിൽ എത്തണം എന്നുള്ളതാണ്. അതിനുശേഷം രാഷ്ട്രത്തിന്റെ നിലനിൽപ്പും ഈ രാജ്യത്തെ ആർക്കും വേണ്ടാത്ത ഹിന്ദുക്കളുടെ നിലനിൽപ്പും എല്ലാം പ്രധാനമാണെന്ന് മനസ്സിലാക്കുന്ന കുറെ ആളുകൾ, അത് 10-15 പേരാണെങ്കിലും എനിക്ക് പ്രശ്നമില്ല, ഈ 1,00,000 ഒന്നും വേണ്ട, അങ്ങനെയുള്ള ആളുകൾ മതി എന്നാണ് ഞാൻ തീരുമാനിച്ചിട്ടുള്ളത്. ഞാൻ ഇന്നലെയും പറഞ്ഞത് വയറിന്റെ ഫോൾസ് നേരേറ്റീവ്സിനെ കുറിച്ച്. മീഡിയ വൺ കഴിഞ്ഞ ദിവസം എന്തൊരു നാണം കെട്ട മാധ്യമ പ്രവർത്തകനാണ് ഈ മീഡിയ വൺ. കഴിഞ്ഞ ദിവസം നോക്കൂ, ഒരു പെൺകുട്ടി ഒരു പ്രൈവറ്റ് ബസ്സിൽ യാത്ര, പ്രൈവറ്റ് ആണോ അതോ അവിടുത്തെ KSRTC ബസ്സാണെന്ന് എനിക്കറിയില്ല, അങ്ങനെ യാത്ര ചെയ്തിരുന്ന സമയത്ത് അവൾ ചുറ്റിക എടുത്തിട്ട് ആ എമർജൻസി ഡോറിലേക്ക് ഗ്ലാസ് ഇടിച്ച് പൊളിക്കുന്നു. അപ്പോൾ അവളെ ഇരയാക്കി ഉയർത്തിക്കൊണ്ട്, ഇരയാക്കി മാറ്റിക്കൊണ്ട്, ഇതാ നിങ്ങൾ ആ തംബ്നെയിൽ നോക്കൂ, മീഡിയ വണ്ണിന്റെ അവരുടെ മതമാണ് പ്രശ്നം, അവരുടെ വേഷമാണ് പ്രശ്നം എന്നുള്ള രീതിയിൽ അവളെ ഇങ്ങനെ സോഷ്യൽ മീഡിയ അറ്റാക്ക് ചെയ്യാനുള്ള കാരണം അവരുടെ വേഷവും മതവും ആണെന്നുള്ള എത്ര വൃത്തികെട്ട നേരേറ്റീവാണ് ഈ മതേതര മീഡിയ വൺ ചെയ്തതെന്ന് നോക്കൂ. അവരുടെ വൃത്തികെട്ടിനെ വെള്ളപൂശാനായിട്ട് അവിടെയും മതം പൊക്കിക്കൊണ്ടുവന്നു. ഇത് തന്നെയാണ് മീഡിയ വണ്ണിനെ പറ്റി ഈ അഡ്വക്കേറ്റ് ജയശങ്കറൊക്കെ പറഞ്ഞിരുന്നപ്പോൾ ഞാൻ അങ്ങനെ ചീത്ത വിളിച്ചിട്ടുണ്ട്. പക്ഷെ എനിക്കിപ്പോൾ എന്നോട് തന്നെ സഹതാപം തോന്നുന്നു. ഇങ്ങനെയൊക്കെ പറഞ്ഞിരുന്നതാണല്ലോ ശരി എന്നുള്ള കാര്യം ഞാനിപ്പോൾ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് ഞാൻ വീണ്ടും പറയുകയാണ്, നമ്മുടെ ചാനലിന്റെ സബ്സ്ക്രൈബേഴ്സ് 0 പോകാൻ എനിക്ക് അത്രയും സന്തോഷമേ ഉള്ളൂ. ആ 0 നിന്ന് ഈ രാജ്യത്തെയും ഈ രാജ്യത്തിന്റെ സംസ്കാരത്തെയും സ്നേഹിക്കുന്ന, രാഷ്ട്രത്തിന്റെ നന്മയും സ്നേഹിക്കുന്ന ആളുകൾ, അതിനു മുകളിൽ സ്വന്തം മതവും ജാതിയും അല്ലെങ്കിൽ മതം മാറ്റവും ഒന്നും കുത്തിത്തിരികാത്ത, അതിനൊന്നും പ്രയോറിറ്റൈസ് ചെയ്യാത്ത കുറെ ആളുകളൊപ്പം ഉണ്ടെങ്കിൽ അത് മതി. സംഘപരിവാർ ഭരിക്കുന്ന, നരേന്ദ്രമോദി ഭരിക്കുന്ന ഇന്ത്യയിൽ എങ്ങനെയാണ് ഹിന്ദുക്കൾ അപകടത്തിലാവുന്നത് എന്നുള്ള കാര്യം ഞാനിപ്പോൾ വസ്തുനിഷ്ഠമായിട്ട് നിങ്ങളോട് പറഞ്ഞു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. താങ്ക് യു. ജയ് ഹിന്ദ്.